ഹായ്, നമ്മളിന്നിവിടെ ഒരു പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കുന്നത്. പൊട്ടറ്റോ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പൊട്ടറ്റോ വേവിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തിളച്ച് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഇത്തിരി കടുകിടുന്നു. കടുകിട്ടു. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇതിനൊരു പ്രത്യേകതയുള്ളത്, നമ്മുടെ അമരയ്ക്ക പയറുണ്ടല്ലോ, അമരയ്ക്ക, പൊട്ടറ്റോയോടൊപ്പം അമരയ്ക്കായും കൂടെ ഫ്രൈ ചെയ്തിടുന്ന കറിയാണ്. ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനോടൊപ്പം ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്യുന്നത് അമരയ്ക്കായും സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇത്രയും ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണ്. ഫ്രൈ ചെയ്തിട്ട് പിന്നെ മസാലകൾ ചേർക്കുന്നു. അത്രയുമേ ഉള്ളൂ. അപ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതങ്ങോട്ട് ഇടുകയാണ്. സവാള, അമരയ്ക്ക, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഒരുമിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണ്. ഇത്തിരി ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോഴും നമ്മുടെ ഫ്രൈ ആയിട്ടുണ്ട്. കാണുമ്പോഴറിയാം നമ്മുടെ അമരയ്ക്കായൊക്കെ ഇങ്ങനെ ഫ്രൈ ആയിട്ട് ഇങ്ങനെ വീർത്ത് പൊള്ളി അങ്ങനെ വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഉള്ളിയും ഇതെല്ലാം ഒരുമിച്ച് മൂത്തോളും. എന്നിട്ട് നമ്മളിടുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയും ഇത്തിരി ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നു. ഇതിങ്ങനെ ഒന്ന് മൂപ്പിച്ചിട്ട് ഒരു കളറൊന്ന് ചേഞ്ച് ആകുന്നിടം വരെ. ഒരുപാട് തീയാണെങ്കിൽ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കി വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാം, മസാല ഇട്ട് കൊടുക്കുമ്പോൾ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കരിഞ്ഞു പോകാതെ. ഇപ്പം മൂത്ത് കഴിഞ്ഞു. ഒരുപാടങ്ങ് കരിയണ്ട, മൂത്തു. ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ചേർക്കുന്നു. അപ്പോൾ വെള്ളം കുറവാണ്. നമുക്ക് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട. വെള്ളം ഒഴിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് വ്യത്യാസപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മിൽക്ക്, അതായത് കോക്കനട്ട് മിൽക്ക് പൗഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. കോക്കനട്ട് മിൽക്ക് പൗഡർ ഒഴിച്ചു കൊടുക്കുന്നു. അത് മതിയാകും വെള്ളം. വേറെ സെപ്പറേറ്റ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കോക്കനട്ട് പൗഡർ കലക്കി നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയ തിള വന്നാൽ മതി. അപ്പോഴേക്കും റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കേ.